അതി എങ്ങനെയുണ്ട് കാട്ടിലൂടെയുള്ള യാത്ര? കാട്ടിക്കൂടുള്ള യാത്ര നല്ല രസമാണ്, പക്ഷെ അത്ര സേഫ് അല്ല. നമ്മൾ ഇന്നലെ കാട്ടിനെ കണ്ടോർമ്മല്ലേ? കാട്ടിനെ കണ്ടപ്പോ ഭയങ്കര കോമഡി. പിന്നെ ആദ്യ പറഞ്ഞേ, നമ്മൾ ഇങ്ങനെ പോയിട്ട് നോക്കുമ്പോ അച്ഛേ ഒരു ആന മുന്നിൽ വന്നാൽ നല്ല രസമായിരിക്കില്ലേ? അപ്പൊ നമ്മൾ പറയും പോലല്ലേ, ആനെങ്ങാനും ശരിക്കും നമ്മളെ മുന്നിൽ വന്ന് നമ്മൾ പേടിച്ചു പോകും. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഓ ആർക്ക് പേടി? എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, ഭയങ്കര ധൈര്യശാലിയാണ് ഞാൻ, എനിക്ക് പേടിയില്ലാന്ന്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കാട്ടുപോത്തിനെ കണ്ട്. അപ്പൊ നീ എന്താ പറഞ്ഞാ? പോത്തിനെ കണ്ടിട്ട് ഇത്ര പേടിയുള്ളതാണ്, ആനനെ കണ്ട എന്തായിരിക്കും സ്ഥിതി? എടാ കാട്ടിന്ന് പറഞ്ഞാല് കാട്ടുപോത്താണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വലുപ്പം? അതി എന്റെ ആനന്റെ തുമ്പിക്കൈക്ക് എത്ര വലിപ്പുണ്ട് അതിന്റെ കൊമ്പിന്റെ. കൊമ്പ് വലിയ കാട്ടിയില്ലേ? പക്ഷെ ഞങ്ങളെല്ലാരും ആദ്യമായിട്ടാണ് കേട്ടോ കാട്ടീനെ കാണുന്നത്. അല്ലാതി ആദ്യമായിട്ടാ കാട്ടീനെ കാണുന്നത്. പിന്നെ എന്തിനെ കണ്ടു പറഞ്ഞു കൊടുക്ക്. പിന്നെ കാട്ടുപോലിനെ കണ്ട്, കാട്ടുപന്നീനെ കണ്ട്. കാട്ടുപന്നി അല്ല, മുള്ളംപന്നി. മുള്ളംപന്നി, കാട്ടുപന്നി അല്ല. കാട്ടിലുള്ള മുള്ളൻ കാട്ടുമുള്ളൻ. കാട്ടുമുള്ളിയോ? കാട്ടിലെ മുള്ളി. അങ്ങനെ മുയലിനെ കണ്ട്, കൊറേ മുയലിനെ കണ്ടില്ലേ? കൊറേ മുയലിങ്ങനെ ഓടി പോകുന്നുണ്ട്. കണ്ട്. പിന്നെ പന്നീനെ കണ്ട്. അത് വളർത്തു പന്നിയാണ്, അതൊരു വണ്ടിയിൽ കൊണ്ടുപോകുന്നല്ലേ? അത് അറക്കാൻ കൊണ്ടുപോകും, അല്ല കാട്ടുപന്നി അല്ലത്, അത് നാട്ടുപന്നി. എന്താ പന്നിനെ കണ്ടോ? അപ്പോ തിരുനെല്ലി ക്ഷേത്രം ഇവിടേക്ക് വന്നാല് കാട്ടീനും ആനേനൊക്കെ കാണാട്ടോ. രാത്രി വന്നാ മതി. അത് ശരി. നോക്ക്, കൊന്ന പൂത്ത് നിൽക്കണ മതി. ഇവിടെ നിറച്ചും കൊന്ന കിട്ടിയാ? അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ കയറി തൊഴുത് മെല്ലെ ഇറങ്ങാണ് ക്ഷേത്രത്തിൽ നിന്ന്. എന്താ വാള് ഇത് കളിക്കാനാ? കളിക്കാൻ. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ആദ്യം വാളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അച്ഛേ, നമ്മള് വരുമ്പോ കണ്ട ആ കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ? ആ കുഞ്ഞു കുട്ടിക്കാ? എന്നാ വാങ്ങിക്കാൻ എന്താ നോക്കിട്ട്. എന്താ വണ്ടി എന്താ വാങ്ങിക്കും? അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആദ്യം എന്താ വാങ്ങിയാതി? നേരത്തെ കണ്ട വാള് മൂപ്പര് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ അഭ്യാസമായിരിക്കും. അപ്പൊ ഇനി ഇവിടെ എന്താ പറയാ? നെട്ടിപ്പാറ. അപ്പൊ അല്ല, നെട്ടിപ്പാറയല്ല, പാലം. നെട്ടിപ്പാലം. നെട്ടിപ്പാലത്തിലേക്ക് പോവാണ്. ഒന്നപ്പാ അച്ഛാ, ഇതാണ് നെട്രപ്പാലം. നമ്മള് വിചാരിച്ചു വലിയ എന്തോ സംഭവമാണ്, സാധാ പാലല്ലേ? കാണാൻ നല്ല രസമല്ലേ? ഉണ്ടോ ഈ പാലവും പാലത്തിന്റെ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയില്ലേ? അതുകൊണ്ടായിരിക്കും കാണാൻ രസമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നിൽക്കണ്ടല്ലോ. തൊട്ട് ബേക്കിൽ കുറേ മലനിരകൾ അല്ലാതി. പക്ഷെ ഇതിലും വലിയ പാലവും വലിയ മലയൊക്കെ നമ്മളെ നാട്ടിൽ തിരുവമ്പാടി ഉണ്ട്. അതാണ്. പക്ഷെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഭംഗികളുണ്ട്. കക്കാടംപോലിലെ ഭംഗിയുണ്ട്, നെട്രപ്പാലത്തിന്റെ ഭംഗിയുണ്ട്. അതാണ്, ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗികളുണ്ട്. അങ്ങനെ നെട്രപ്പാലൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹട്ടിലേക്ക് തിരിക്കാട്ടോ. ഇവിടെയാണ് നമ്മളെ പരിപാടി. ഞങ്ങൾ വന്നത് നമ്മുടെ തിരുനെല്ലി അപ്പപ്പാറ ചെറുമാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തിനാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇവിടെ. നമ്മുടെ ജാനുവടുത്തിയും കേളപ്പേട്ടനും പിന്നെ ഞാനും, എൻ്റെ കുറച്ച് പാട്ടുകളുണ്ടാവും, പിന്നെ ജാനുവടുത്തിയും കേളപ്പേട്ടൻ്റെയും കുറച്ച് തമാശകളുണ്ട്. അപ്പം അതിനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. തിരുനെല്ലി വരാനുള്ള കാരണം ഇതാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കൂടുന്ന ഹണ്ടിൻ്റെ അടുത്തൊരു ചെറിയ കുട്ടി ഞങ്ങൾ വരുന്ന സമയത്ത് ആദ്യം ഇന്ന് വിളിച്ച്. അപ്പോൾ ആ മോനുള്ള സമ്മാനം നമ്മൾ വാങ്ങി കേട്ടോ. ആദ്യം എവിടെ നിന്ന് വാങ്ങിയില്ലേ? ഏമ്പാ ഒരു കുഞ്ഞു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു നോക്കാം. ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ ആള്. നോക്കാം. എവിടെ ചെറുത്? ഉറങ്ങിയാ? ഒന്നുമില്ല, അവന് കളിപ്പാട്ടം വാങ്ങിയായിരുന്നു മോന്. അത് നോക്കി കൊടുക്ക. നോക്കാതി. കുഞ്ഞി കിണർ, നാല് കോലല്ലേ? 4 റിങ്ങേ ഉള്ളൂ ആകെ. നിങ്ങളെ പേര്? സന്തോഷായിട്ട്. ചേച്ചീൻ്റെ പേരോ? വിഷ ചേച്ചി. ഓക്കെ. മോനോട് അന്വേഷണം പറ എണീക്കുമ്പോൾ. മോളുണ്ട്. എത്രയല്ല? 8ാം ക്ലാസ്സിൽ. ഓക്കെ സന്തോഷം എന്നാൽ. ഓക്കെ. ഈ കാണുന്ന ഹട്ടിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. ചുറ്റുഭാഗമൊക്കെ നല്ല വയലാണ്. ഇവിടുന്ന് 6-6.5 കിലോമീറ്റർ ഉള്ളു തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക്. എന്തായാലും ഞങ്ങൾക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഹട്ടിൻ്റെ ഉള്ളിൽ.
തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എ സിയും ഫാനിനും ഒന്നും വലിയൊരു ആവശ്യം വന്നില്ല. എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി എപ്പോഴും കാറ്റടിച്ചോണ്ട് നിൽക്കും. നല്ല സുഖാ. നല്ല സുഖമുണ്ട് അല്ലേ? തിരുനെല്ലി ഭാഗത്തേക്ക് വരുന്നവർക്ക് ഈ ഹട്ടിൽ താമസിക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഹട്ട് മാത്രമല്ല, വേറെ ചെറിയൊരു വീടും കൂടെ അവിടെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. 2 സ്ഥലമുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം. നമ്പർ വേണേൽ ഞങ്ങൾ താഴെ കൊടുക്കാം. അതിപ്പോ നമുക്ക് ചിക്കു പറിക്കാൻ പോണ്ടേ? ചിക്കു അതാ അവിടെ ഒരു വീട്ടിലാ. ഇവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞ അവിടെ ചിക്കു പഴുത്ത് നിൽക്കണ്ട്, പറിക്കാന്ന്. പോയേക്കാം കേട്ടോ. നല്ല പഴുത്ത് നിൽക്കുന്നേ. തിന്നട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരെണ്ണം പോലും കിട്ടൂല. ചിക്കു എവിടെ? അവിടെ ചിക്കു പറിക്കാൻ എന്റെ ഞം ഞം. ഞങ്ങൾ ചിക്കു തിന്നാനൊക്കെ പ്രതീക്ഷ വന്നേന് ചിക്കു ഒന്നും പഴുത്തിട്ടില്ല. ഇവിടുത്തെ പിന്നെ ഇതൊക്കെ പഴങ്ങളൊക്കെ കുരങ്ങന്മാര് തിന്നാ. അതെ, ചില കുരങ്ങുകള് ഇത് ആടി ആടി കയറി പോയിട്ട് പറിച്ച് തിന്നും. സപ്പോട്ട കിട്ടി, പക്ഷെ പഴുത്തിട്ടില്ല. അനീഷേട്ടൻ കുറച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പഴുപ്പിച്ച് തിന്നാൻ തന്നു. അത് പോയി പഴുപ്പിച്ച് തിന്നണം. അതി പോണ വയ്ക്ക് 1 കിലോ സപ്പോട്ട വാങ്ങി പോയാ പോരെ? നമ്മൾ ഈ മരത്തുനിന്ന് പറിച്ച് പഴുപ്പിച്ച് തിന്നുന്നതിന്റെ ടേസ്റ്റ് വേറെയാ. അത് വാങ്ങിയാൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ തിരുനെല്ലി യാത്രയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.